ഹലോ ഹായ്, വെൽക്കം ടു ഇതല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. വെൽക്കം ടു അവർ മലയാളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 8. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളിപ്പോൾ ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും അവൈലബിൾ ആണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് യൂട്യൂബിലുള്ള ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന്, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി അറിയിക്കാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ഞങ്ങൾക്കിപ്പോൾ 31 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് വലിയ നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദയവ് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. ആൻഡ് താല്പര്യമുള്ളവർക്ക് ബെൽ ബട്ടൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. താല്പര്യമില്ലെങ്കിൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഷോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇപ്പോൾ ആൾക്കാർ വോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല തുടക്കമായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ നിങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റ് ഉണ്ടാവാനായിട്ടാണ് എനിക്കാഗ്രഹം. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ മറ്റേ കമ്മ്യൂണിറ്റി ടാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആമുഖം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഷോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കൂടെ വെൽക്കം ചെയ്യുകയാണ് മിസ് UDC കുമാരി. വെൽക്കം ടു ഷോ. ഹലോ ഹലോ ഹായ്. യെസ്, അപ്പോൾ നമ്മുടെ 8ാമത്തെ എപ്പിസോഡാണിത്. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് സിനിമയെക്കുറിച്ചാണ്. മണിച്ചിത്രത്താഴും അതിൻ്റെ ചില റീമേക്ക് ദുരന്തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷോർട്ട് എപ്പിസോഡായിട്ട് ഞങ്ങൾ ജസ്റ്റ് മണിച്ചിത്രത്താഴിനെ കുറിച്ച് അതിൻ്റെ പിറകിലുള്ള ചില ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മറ്റേത് നമുക്ക് ഫുൾ ഓൺ നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നമ്മൾ ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അല്ല, ആക്ച്വലി ഞങ്ങൾക്കൊരു ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ കമൻറ്റിനെ മാനിച്ചിട്ട് ഞങ്ങളൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് ഇത് ഇറക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഒരു 30 minutes 45 minutes നമ്മളത് ഒതുക്കാൻ നോക്കും. ഞങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് നടക്കുമെന്ന് അറിയില്ല. സ്വാഭാവികമായും ഇതും 1.5 മണിക്കൂർ കൂടുതലുള്ളതായിരിക്കും. എനിവേസ്, അപ്പോൾ മണിച്ചിത്രത്താഴിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ? മണിച്ചിത്രത്താഴാണ് 8 പടങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ മണിച്ചിത്രത്താഴിന് ശേഷം. അത് ഒരു സ്പിൻ ഓഫും കൂടെ ചേർത്തിട്ട് അല്ലേ? അല്ല, 8 പടമല്ല, 9 പടമുണ്ട്. മണിച്ചിത്രത്താഴൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴും കൂടെ കൂട്ടി മണിച്ചിത്രത്താഴ് യൂണിവേഴ്സിൽ ശരിക്കും 9 പടമുണ്ട് നമുക്ക്. അതിന് ശേഷം 8 പടം വന്നു. സോറി. അല്ല, അതിൽ ഈ സ്പിൻ ഓഫും കൂടെ ഉൾപ്പെടുവോ? ഉണ്ട്, ഉൾപ്പെട്ടിട്ടാണ് 8 പടം. ഓക്കെ. അപ്പം 1993 മണിച്ചിത്രത്താഴ് റിലീസായത്. ഫാസിൽ സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് മണിച്ചിത്രത്താഴ്. അത് എഴുതിയിരിക്കുന്നത് മുട്ടം മധു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വർഗചിത്ര അപ്പച്ചൻ. നമ്മുടെ ലാലേട്ടൻ, സുരേഷ് ഗോപി, ശോഭന, നെടുമുടി വേണു, ഇന്നസെൻ്റ്, KPC ലളിത, അങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. അപ്പോൾ UDC കുമാരി പറഞ്ഞോളൂ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയൂ. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും തുടങ്ങാം. കാര്യം ഇതിൻ്റെ ഒരു പുറകിലത്തെ കഥയെക്കുറിച്ചിട്ട് അത് പറയും. അത് എന്നോട് പറയാൻ ദിഗംബരൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു സോഴ്സിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാനൊരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കേരള സ്റ്റോറി ചെയ്ത സമയത്ത്, ഞങ്ങൾ കേരള സ്റ്റോറി മുകളിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്തേക്കാം, കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക. കേരള സ്റ്റോറി ചെയ്തപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ആലപ്പുഴക്കാരി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലപ്പുഴക്കാരിയാണ്, ഞാൻ മാവേലിക്കരക്കാരിയാണ്. അപ്പോൾ
എൻ്റെ അമ്മ വീട് ശരിക്കും ഹരിപ്പാട് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നങ്ങിയാർകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ കുഞ്ഞിലേ തൊട്ടേ നമ്മളിങ്ങനെ ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുമ്പോൾ തൊട്ടേ നമ്മളുടെ കൂടെ ഉള്ള ഒരു സിനിമയാണ്. മലയാളം ഞാൻ മിഡിൽ ഈസ്റ്റിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ബട്ട് ഇപ്പം നമുക്ക് അധികം മലയാളത്തിനോട് ആക്സസ് ഇല്ലാത്ത സമയത്ത് പോലും, അതായത് മലയാളം ഫിലിംസ് നമുക്ക് അധികം കാണാൻ പറ്റാത്തൊരു ടൈമുണ്ട്. എന്താണ്, ചാനൽസ് ഒത്തിരി ഇല്ല, നമുക്ക് ചില ചാനൽസ് മാത്രമേ കിട്ടുന്ന സമയമുള്ളൂ. അപ്പോഴും നമുക്ക് ഏഷ്യനെറ്റ് അന്ന് തൊട്ടേ ഉണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഏഷ്യനെറ്റ് ഉള്ളത് കൊണ്ട് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സാധനം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ, ഞാൻ എപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആദ്യം മണിച്ചിത്രത്താഴ് കാണുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ നമ്മൾ കണ്ട് വളരുന്ന ഒരു പടമാണ്. അപ്പൊ ആദ്യമൊക്കെ കുഞ്ഞിലൊക്കെ കാണാൻ നമുക്ക് പേടിയുണ്ടല്ലോ, അത് ശോഭന ഇങ്ങനെ മറ്റേ ഡാൻസ് കോസ്റ്റ്യൂമിലൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണല്ലോ നമുക്ക് കുഞ്ഞില്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ചൈൽഡ്ഹുഡിനോട് ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു കഥയും കൂടെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഹിസ്റ്ററി പറയാം. അതായത് ഞാൻ നങ്ങിയാർകുളങ്ങരയുടെ പറയാൻ കാര്യം ഇതാണ്. മുട്ടം എന്ന് പറയുന്ന സ്ഥലം, ഇത് അഡ്ജസൻറ്റ് സ്ഥലങ്ങളാണ്. നങ്ങിയാർകുളങ്ങര കഴിഞ്ഞിട്ട് ആ ഒരു വഴിയിൽ തന്നെയാണ് മുട്ടം എന്ന് പറയുന്നത്. ഒരു 500 മീറ്റേഴ്സ് 1 കിലോമീറ്റർ ആ ഒരു വ്യത്യാസത്തിലാണ് ഈ സ്ഥലങ്ങൾ നിൽക്കുന്നത്. അവിടെ ആലുംമൂട്ടിൽ മേട എന്ന് പറയുന്ന ഒരു മേടയുണ്ട്. ഇവിടെ എൻ്റെ അമ്മയുടെ വീട് മാത്രമല്ല, അവിടെ ബന്ധുക്കളൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളിത് ഈ കഥകളൊക്കെ കേട്ടിട്ടാണ് വളർന്നു വരുന്നത് കേട്ടോ. ഒരു മേടയുണ്ട്. അപ്പോൾ കുഞ്ഞിലെ നമ്മളോട് പറയും, എന്താ മേടയുടെ അടുത്തോട്ട് കളിക്കാൻ പോരുത്. നമ്മൾ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കളിക്കാൻ നമ്മൾ ആ വഴിക്കൊക്കെ പോകുമ്പോഴത്തേനും ഇവർ പറയാം ഒത്തിരി അങ്ങോട്ട് ആ മേടയുടെ അവിടോട്ടൊന്നും പോകണ്ട എന്ന് പറയും. ഞങ്ങളുടെ അവിടെ അതിനെ ആലുംമൂട്ടിൽ മേട എന്നറിയപ്പെടുന്നതിലും ഇപ്പം ആലുംമൂട്ടിൽ മേട എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ റീസെൻ്റ്ലി, കാരണം ഫിലിംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ലേറ്റസ്റ്റ് വന്ന നമ്മുടെ ചന്ദ്രമുഖി 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2023 വരെ നമുക്ക് എന്താണ് മണിച്ചിത്രത്താഴിന്റെ ലെഗസി അങ്ങനെ പോവാണ്. അപ്പം ആൾക്കാർ ഇപ്പൊ ഭയങ്കര ഒരു മേട ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമ്മൾ ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് അപ്പം നമ്മളോട് പറയും, കുഞ്ഞിലെയൊക്കെ പറയും ആ മേട എടുത്തോണ്ട് ചാന്നാർ മന എന്നാണ് പറയുന്നത്. മന എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത്, മേട എന്നുള്ള രീതിയിലല്ല. ഇതിപ്പം ഫിലിമിനകത്തിൽ മേട വന്നതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. ചാന്നാർ മന എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. മനയ്ക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയും, ആ മനയ്ക്ക് അടുത്തോട്ട് പോകണ്ടെന്ന് എപ്പോഴും പറയും കളിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊരു ഗോസ്റ്റ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. എനിക്കറിയാവുന്ന കഥ ഇതാണ്. അതായത് അവിടെ ശരിക്കും ഒരു ചാന്നാൻ എന്ന് പറയുന്ന ഒരു കാർണവർ, നമ്മുടെ ഒറിജിനൽ ഈ മധുമുട്ട എഴുതിയ കഥയ്ക്കകത്തിലുള്ള പോലെ തന്നെ ഒരു കാർണവരുണ്ടായിരുന്നു. ഹി വാസ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത്, നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് കാസ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവർ അത്രയും ഹൈ കാസ്റ്റ് അല്ല. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ അവർ ഹൈ കാസ്റ്റ് അല്ല, അവരൊരു ലോവർ സ്ട്രാറ്റയിൽ ലോവർ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവര് റിച്ച് ആയിരുന്നു അങ്ങനെ. അപ്പോൾ അവര് റിച്ച് ആയിരുന്നുകൊണ്ട് അത് എൻ്റെ അപ്പൻ്റെ വീട്ടുകാരൊക്കെ പറയുന്ന കേൾക്കാം, നമ്മള് അഭിമാനിക്കണം. കാരണം കേരളത്തില് രാജാക്കന്മാരൊക്കെ അല്ലാതെ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് കാറ് കൊണ്ടുവന്ന ഒരാളാണ് ഈ ചാന്നാർ മനയിലുള്ള കാർണവർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുന്നു പുള്ളി ഭയങ്കര റിച്ച് ആയിരുന്നു, പുള്ളി ഭയങ്കര പ്രതാപശാലിയായിരുന്നു, അത്യാവശ്യം ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു വേർഷൻ, എനിക്കറിയില്ല. നമ്മൾ ഇതിനെ ടെയിൽസ് പറയുമ്പോഴത്തേന് ഇങ്ങനെ പറഞ്ഞു പോകുമല്ലോ, ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ മനയുടെ ഇതിപ്പം നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ മരുമക്കത്തായം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ഇപ്പം അതിൽ നിന്ന് മാറി ഇവരുടെ ഇപ്പോഴും ആ മനക്കകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അറയുണ്ട്. ആ അറയ്ക്കകത്തിലിട്ടാണ് ഈ പുള്ളിയുടെ നെഫ്യൂവും നീസും എല്ലാവരും കൂടെ 2 നെഫ്യൂ ആണ് ഈ പുള്ളീനെ വെട്ടിക്കൊന്നതെന്നാണ്, മരുമക്കളാണ് വെട്ടിക്കൊന്നതെന്നാണ് പറയുന്നത്. ഈ പ്രത്യേക തരത്തിലുള്ള അറയിലിട്ടാണ് കൊന്നതെന്ന് പറയാം. അതിപ്പോഴും പൂട്ടിയിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. എനിക്കറിയില്ല, പറയപ്പെടുന്നു. അപ്പം അവിടെ ഇട്ട് വെട്ടിക്കൊന്നു. അപ്പം അത് കാണാൻ വന്ന, അത് വിറ്റ്നസ് ചെയ്ത ഒരു പെങ്കൊച്ചിനെയും അവിടെ ഇട്ട് വെട്ടിക്കൊന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇതിനകത്തുള്ള സ്ത്രീ കഥാപാത്രം. അല്ലാതെ നമ്മൾ ഡാൻസുകാരി പരിപാടിയൊന്നുമില്ല.
ഒറിജിനൽ കഥയ്ക്കകത്തിലെ രണ്ട് കാരണവരും സ്ത്രീ കഥാപാത്രം ഇതാണ്. അവിടെ ഉണ്ടായിരുന്ന സെർവൻറ്റ്, ഈ മർഡർ വിറ്റ്നസ് ചെയ്ത സെർവൻറ്റിനെ അവർ കൊല്ലുന്നു. ഈ അമ്മാവനെയും അവർ കൊല്ലുന്നു. വസ്തുവിന് വേണ്ടിയാണ് കൊല്ലുന്നത്, വസ്തുവും അവർക്കുള്ള ആ ഒരു ആസ്തിക്ക് വേണ്ടിയാണ് കൊല്ലുന്നത്. മരണത്തിന് ശേഷം ഇവർ ഒളിവിൽ പോവുകയും പിന്നീട് രാജാവിൻ്റെ ആൾക്കാർ വന്ന്, രാജാവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ ആലുമൂട്ടിലെ ഈ കാരണവര്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നടത്തുകയും പിന്നീട് ഇവരെ കൊന്നവരെ മർഡറേഴ്സിനെ പിടിക്കുകയും അങ്ങനെ ആ മന ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക ഒരു ക്ഷയിച്ച അവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അവരിപ്പോൾ ഇപ്പം അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. മന ഒട്ടും ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് മനയ്ക്കകത്ത് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് പോയപ്പോഴും മന ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല, ഭയങ്കര മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര പുവർലി മെയിൻറ്റെയിൻഡ് ആണ്, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് തെക്കിനി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം ഞാൻ അവിടുത്തെ ഒരു കെയർ ടേക്കർ പോലത്തെ ആളുടെ കൂടെയാണ് അകത്തോട്ട് കയറിയത്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, തെക്കിനി എന്ന് പറയുന്ന സാധനം പോലത്തെ സാധനം ഇവിടെ ഉണ്ടാവുമല്ലോ. ഒറിജിനൽ ഷൂട്ടിംഗ് എല്ലാം നടന്നത് നമ്മുടെ എവിടെയാണ്, മറ്റേ പത്മനാഭപുരം കൊട്ടാരത്തിലാണ് നടന്നത്. ഇപ്പം നമ്മൾ കാണുന്ന വേർഷൻ്റെ അകത്തില്, മൂവി വേർഷനകത്തിലുള്ള കൊട്ടാരം അല്ല. ഐ മീൻ ആ ഒരു മന അത്രയും സൈസും ഇല്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു 6-7 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു 2 നില വീട് ആ വലിപ്പമേ ഉള്ളൂ. ഒരു 7 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു 2 നില വീട് എന്ന് പറയുമ്പോൾ എത്ര വലിപ്പമുണ്ട്, ആ ഒരു വലിപ്പമുള്ളൂ. അത് കൊട്ടാര വലിപ്പം ഇല്ല ഇതിന്. ഇത് ഒരു മാസീവ് വീട് അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല, കാരണം അതിന്റെ കോണിപ്പടി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ അതൊന്നും ഇല്ല. അപ്പം നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റത്തില്ല. അല്ലാതെ തന്നെ ലോക്ക്ഡ് ആയിട്ടുള്ള കുറെ റൂംസ് ഉണ്ടെന്ന് പറയുന്നു. അവിടെ പുരാവസ്തു പോലത്തെ കുറെ സാധനം ഉണ്ടെന്ന് പറയുന്നു. അതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം അതൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ അവിടെ ഉണ്ട്, ശരിക്കുള്ള ഒരു കഥയുണ്ട്. അത് ഞങ്ങളുടെ അടുത്താണ്, ഞങ്ങൾ അതിന്റെ കൂടെ വളർന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ദിഗംബരൻ അത് എന്നോട് പറയാൻ പറഞ്ഞത്. അപ്പോ അതിന്റെ കൂടെ അതിന്റെ കൂടെ ആൾക്കാര് തന്നെ പറയണമല്ലോ, വളർന്നപ്പോഴാണല്ലോ അതിനൊരു കൂടുതൽ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ കഥയുടെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പം നമുക്ക് വേറെ ഒരു ഇതെന്ന് പറയുന്നത്, ഈ മുട്ടം മധു എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ ഇതിന്റെ തൊട്ട് പുറയിലാണ്, ഒത്തിരി ദൂരം ഇല്ല കേട്ടോ. നമുക്കൊരു കാൽനടയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് എടുക്കത്തില്ല പുള്ളിയുടെ വീട്ടിലോട്ട് പോകാൻ. അദ്ദേഹമാണ് അതിനകത്തെ രാമനാഥൻ. അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ. കുറച്ചുകൂടെ ആ ഒരു ഇടവഴി പോലത്തെ, ഞാൻ ബാക്കിൽ കൂടെയാണ് അത് ആക്സസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ കൂടെ നടക്കുമ്പോഴത്തേനും നമുക്ക്, അല്ല ബാക്ക് അല്ല, ഇതിന്റെ ഫ്രണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിന്റെ ബാക്ക് ഭാഗത്താണ് ഇതിന്റെ ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വഴിയെ തന്നെയാണ്, പക്ഷെ മതിലൊക്കെ കെട്ടി വേറൊരു സൈഡിലാണ്. രാമനാഥനല്ല. അപ്പോ അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളുടെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആക്ച്വലി എഴുത്തുകാരനാണല്ലോ പുള്ളി. അദ്ദേഹത്തിന് ഉള്ള റെസ്പെക്ട് കാരണം നമ്മുടെയൊക്കെ വീട്ടിലുള്ള പിള്ളേരെയൊക്കെ അക്ഷരം എഴുതിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അത്രയും ക്ലോസ് ആണ്, അത്ര അടുത്താണ് ഞങ്ങൾ കിടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ രാമനാഥൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ മെൻഷൻ ചെയ്തേക്കാം. നമുക്ക് ഈ മന നിൽക്കുന്നതിൻ്റെ അവിടെ തന്നെ ഈ അതായത് മണിച്ചിത്രത്താഴിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അവിടെ അടുത്ത്. പിന്നെ അല്ലാതെ തന്നെ ഇത് കാണിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ചെറിയൊരു വീടും ഉണ്ട്. രാമനാഥന്റെ വീടെന്ന് നമ്മൾ പറഞ്ഞ് കാണിക്കത്തില്ലേ, അവിടെ നിന്ന് നമ്മൾ എത്തി നോക്കിയാണ്ട് അവിടെയാണ് രാമനാഥന്റെ വീടെന്ന് പറഞ്ഞ് കാണിക്കത്തില്ല, അതുപോലത്തെ ഒരു വീട് ഇവിടെ ഉണ്ട്. അവിടെ ആരും താമസിക്കുന്നില്ല. പിന്നെ സെർവൻസ് ഹൗസ് എന്ന് പറയുന്നൊരു ചെറിയൊരു 4 കെട്ട് പോലെയാണ്, പക്ഷെ ഒത്തിരി സൈസ് ഇല്ലാത്തൊരു ചെറിയ പേരെ ഇതിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അങ്ങനെ 3-4 സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം കുഞ്ഞിലെ വേറൊരു ഗോസ്റ്റ് സ്റ്റോറിയും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അതുവഴിയൊക്കെ രാത്രി പോകുമ്പോഴത്തേനും ഒരു സ്ത്രീ ഇങ്ങനെ ചിലമ്പ് കെട്ടി നടക്കുന്നത് കേൾക്കാതെ അവിടുത്തെ സെർവൻ്റ് ആണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം, അവളെ കാണാൻ തലക്കടിക്കും, പേടിച്ച് വേണം പോവാൻ. മരിച്ചുപോയ സെർവന്റ് ആണെന്നല്ലേ പറയുന്നത്? അതെ, ആ പെണ്ണാണല്ലോ ശരിക്കുള്ള. അതെ, അവരൊരു പാവം ചെയ്തിട്ടില്ലല്ലോ, മറ്റേ ആളൊന്നും ഇല്ലെങ്കിൽ. അതായത് അവിടുത്തെ കാരണവര് അവിടെ ശരിക്കും അവര് ആ ഒരു കേസിൽ ഇൻവോൾവ് ആണല്ലോ. ഇതങ്ങനെയല്ല, അവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ അവരാണ് ശരിക്കും പോയപ്പോ അവരുടെ അവസ്ഥ
വെറുതെ അതുവഴി പോയപ്പോ ഞാൻ കണ്ടതുകൊണ്ട് എന്നെ കൊന്നെന്ന് ആ ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ട് ഇതിന് പുറകിൽ. കുളമല്ല, എന്താ ഒരു ചതുപ്പ് പോലെ, ഇച്ചിരി വെള്ളമുള്ള സ്ഥലമാണ് കുളം എന്ന് പറയാനാണെങ്കിൽ. അപ്പൊ അവിടെ കൂടെ ഒക്കെ നടക്കുമ്പോ ഇങ്ങനെ പറയും, എന്താ രാത്രി ആകുമ്പത്തേനും അവിടെ സ്ത്രീ ശബ്ദമൊക്കെ കേൾക്കാം, അലർച്ചയൊക്കെ കേൾക്കാം, പെണ്ണുങ്ങൾ നടക്കുന്ന കാണാം. അതുകൊണ്ട് സത്യം പറഞ്ഞ ഈ മന അങ്ങനെ തന്നെയാണ് കേട്ടോ. മന എന്ന് പറയുവാണെങ്കിൽ മേടയെന്നും പറയാം. ഓക്കെ. അപ്പോൾ അവിടെ അത് സത്യം പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലേ ശരിക്കും തുറക്കത്തുള്ളൂ. ഇതിപ്പം ഞങ്ങൾക്ക് അവിടെ ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ നമുക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടാണ് എനിക്ക് കയറി കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് ശരിക്കും ഇവര് പൂജയൊക്കെ ചെയ്തിട്ടാണ് അത് തുറക്കുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേക അറകൾ ഫുൾ വീടാണോ എന്ന് എനിക്കറിയില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അത് ഇപ്പം ആ നീ ഒരു ഗംഗയായിരുന്നല്ലേ, നീ ഞാനൊരു താക്കോല് പണയിപ്പിച്ചിട്ട് അതെ അതെ തുറപ്പിച്ചല്ലേ. പുള്ളിക്ക് പിന്നെ പിന്നെ ക്ഷയം തുറപ്പിക്കാൻ വന്ന് മരിച്ചില്ലേ ഉള്ളി? കാര്യസ്ഥലൊക്കെ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? താക്കോല് പണിത കൊല്ലൻ മരിച്ചു പോയോ? എങ്ങനെയാ എന്റെ കേസ്? അപ്പോൾ ഞങ്ങൾക്കത് ശരിക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞങ്ങൾക്കത് അല്ലാതെ തുറന്നു തരുമായിരുന്നു അവര്. അപ്പം അത് പറയുന്ന കേൾക്കാം, എന്താണ് അമ്പലത്തിലോട്ട് ഒരു പ്രൊസഷൻ പോലെ ഒരു എന്താണ് ഇവര് അവിടെ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ റിയൽ സംഭവമാണെന്നൊന്നും അറിയത്തില്ല. ഇതിൽ എത്ര കെട്ടുകഥയുണ്ട്, എത്ര റിയൽ സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇതൊന്നും ഞാൻ വിറ്റ്നസ് ചെയ്യാൻ അവിടെ ഉണ്ടായിട്ടില്ല. ബട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മള് എന്താ അധികം അങ്ങോട്ട് പോവണ്ട എന്ന് കുഞ്ഞിലെ പറയുന്നുണ്ട്. ഇപ്പം അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്ഥലം പോലെ ആയതുകൊണ്ട് റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയ സമയത്ത് അവിടെ അവർ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് അത് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മന തിരിച്ച് അതിൻ്റെ ഫുൾ പ്രൗഡിയിൽ ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പോഴത്തേനും എനിക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾക്ക് ഈ ഹിസ്റ്ററി പരമ്പര ഇവിടെ അവസാനിപ്പിക്കാം. അതെ. ഇപ്പം മണിച്ചിത്രത്താഴിന് ഇത്രയധികം എന്താ പറയുന്നത് റീമേക്കുകളും അതിൽ നിന്ന് ഇങ്ങനെ തമിഴിലെ കിളർ കഥകൾ എന്ന് പറയുന്ന പോലെ, അതായത് ഇങ്ങനെ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന പോലെ വരാൻ കാരണക്കാരൻ ഒറ്റ അണ്ണനാണ്, പി വാസു അണ്ണൻ. ഓക്കെ, പ്രിയദർശൻ ഒരു സ്പിൻ ഓഫും പിന്നെ ഒരു ഹിന്ദി റീമേക്ക് 2 ചെയ്തു. അങ്ങനെ ഒരു 3 പടം പുള്ളിയുടെ വക. ബംഗാളി ചെയ്തത്, ബംഗാളിൽ ഒരു വേർഷൻ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് രാജ്മഹോൾ എന്നാണ്. അത് മൊഹോൾ, രാജ്മഹോൾ രാജ്മഹോൾ. അത് നമ്മൾ കാണാൻ കിട്ടിയില്ല. കിട്ടിയില്ല. നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. ദൈവത്തെ ഓർത്ത് ആർക്കെങ്കിലും അറിയാം അതിന്റെ ലിങ്കോ വല്ലതും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. ഞങ്ങൾ തപ്പിയിട്ട് കിട്ടുന്നില്ല. ഞാനിവിടെ കോറയിലും അവിടെ നോക്കിയപ്പോഴത്തേനും ആരോ പറയുന്നുണ്ട് അന്ന് കാണാൻ കിട്ടിയെന്ന്. ബട്ട് ഞങ്ങൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും അതിന്റെ പ്രിന്റ് കിട്ടുന്നില്ല, ബംഗാളി വേർഷന്റെ. അത് അത് പക്ഷെ ഒരു ഡിഫറെന്റ് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരെണ്ണേ ചെയ്തിട്ടുണ്ട്, സ്വപ്ന സാഹ എന്ന് പറയുന്നത്. സ്വപ്ന സാഹയാണോ സ്വപ്ന സാഹയാണോ അറിയത്തില്ല. പുള്ളി ചെയ്തിട്ടുണ്ട്. 2005 ആണ് രാജ്മഹോൾ ഇറങ്ങുന്നത്. ഇപ്പം ഓരോ വേർഷൻസ് ആയിട്ട് പറഞ്ഞു പോകാം, ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം മെൻഷൻ ചെയ്തു. ഇപ്പം മലയാളത്തിൽ ഒറിജിനൽ മണിച്ചിത്രത്താഴ് 1993, പിന്നെ അതിൻ്റെ സ്പിൻ ഓഫ് വന്നിരിക്കുന്നത് പ്രിയദർശൻ ചെയ്ത ഗീതാഞ്ജലി 2018. അത് തെലുങ്കിൽ പ്രിയാമണിയുടെ ചാരുലത എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിൻ്റെ ഇതൂടെ ഒരു കാര്യം സ്പിൻ ഓഫ് ആവാൻ കാര്യം മോഹൻലാലിൻ്റെ ക്യാരക്ടർ സണ്ണി, ഡോക്ടർ സണ്ണി വരുന്നുണ്ട് ഇതില്. പിന്നെ നകുലനും ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു സ്പിൻ ഓഫ് ആയി മാറിയത്. അല്ലാണ്ട് മണിച്ചിത്രത്താഴമായിട്ട് അതിന് വലിയ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ക്യാരക്ടറിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് വന്നത് ആദ്യത്തെ ഈ ഇതിന്റെ റീമേക്ക് വേർഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം വന്ന പടമാണ് ആപ്തമിത്ര എന്ന് പറയുന്ന കന്നഡ പടം. കന്നഡയിൽ 2 പടം വന്നിട്ടുണ്ട്. ആപ്തമിത്ര എന്ന് പറയുന്ന ആദ്യത്തെ പടം അത് നമ്മുടെ പി വാസുവണ്ണനാണ് ചെയ്തത്. മികച്ച പടമാണ്. അതൊരു നമ്മുടെ പുള്ളിയാണ് ഈ റീമേക്ക് പരമ്പരയ്ക്ക് ഒരു തുടക്കം ഇട്ടത്. അതെ അതെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നതും പുള്ളി തന്നെയാണ് കേട്ടോ. പി വാസു സർ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തിരിക്കുന്നത്. ഗിന്നസ് വേൾഡിൽ കേൾക്കാൻ പറ്റും. നമ്മളിതിനെ PCU എന്നാണ് വിളിക്കുന്നത്. ഇത് പി വാസുവണ്ണന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ആക്ച്വലി ആണല്ലേ? ആണ് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അല്ല, വേണമെങ്കിൽ MCU എന്ന് വിളിക്കാം, മണിച്ചിത്രത്താഴ് സിനിമാറ്റിക് യൂണിവേഴ്സ്. പക്ഷെ PCU ആണ് കുറച്ചുകൂടെ, ഞങ്ങൾക്ക് PCUവിനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്.
അപ്പം TCUവിൽ ആദ്യം വന്നതാണ് കന്നഡ. അതെ, ആദ്യത്തത് കന്നഡയില് 2 പടം വന്നിട്ടുണ്ട്. അത് രണ്ടും പി വാസുണ്ണനാണ് ചെയ്തത്. ആദ്യത്തത് ആപ്തമിത്ര എന്ന് പറയുന്നത് അത് 2004 ഇറങ്ങിയ പടമാണ്. അതില് സൗന്ദര്യായിരുന്നു നമ്മുടെ നാഗവല്ലി ക്യാരക്ടർ ചെയ്തത്. പിന്നെ ആപ്ത രക്ഷക എന്ന് പറയുന്ന അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലത്തെ ഒരു സാധനം ഇറങ്ങി. അത് 2010 ഇറങ്ങി. വിമലാരാമൻ ആണ് അതിൻ്റെ അകത്തില് ഗംഗയുടെ റോള് ചെയ്തിരിക്കുന്നത്. അതാണ് കന്നഡയിലെ റീമിക്സ്. അതെ. അപ്പൊ ഈ ആപ്തമിത്ര എന്ന് പറയുന്നത് ആപ്തമിത്രം, അതായത് സോൾമേറ്റ് എന്നുള്ള അർത്ഥമാണ് ആപ്തമിത്ര. ആപ്തരക്ഷക എന്ന് പറയുന്നത് സോൾ സേവർ ആണോ? സോൾ പ്രൊട്ടക്ടർ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ലൈറ്റ് സേബർ എന്നൊക്കെ പറയുന്നല്ലോ. കാര്യം ഈ നകുലന്റെ ക്യാരക്ടറിന്റെ ആപ്തമിത്രമാണ്. അതില് വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അതില് മോഹൻലാലിന്റെ റോൾ ചെയ്തത്. പുള്ളി കന്നഡയിലെ വലിയ സംഭവമായിരുന്നു. സാഹസ സിംഹം എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. സാഹസം എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തുകൊണ്ട് സാഹസ സിംഹം. ഡോക്ടർ വിഷ്ണുവർദ്ധൻ. ക്രീപ്പി അങ്കിൾ എന്ന് വിളിക്കുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. അല്ല, പടത്തിലെ റോള് വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. അതെ 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 അതെ, റോള് വെച്ചിട്ട്. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടറിന്റെ കാര്യമല്ല കേട്ടോ ഇതിനകത്തില്. ഡോക്ടർ സണ്ണി ഇച്ചിരി ക്രീപ്പിയാണ് കന്നഡയിലെ ഡോക്ടർ സണ്ണി. മലയാളികൾക്ക് പുള്ളിനെ പരിചിതമാണ്. കാര്യം പുള്ളി മമ്മൂട്ടിയുടെ കൗരവർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് തിലകൻ, ഭീമൻ രഘു, പിന്നെ നമ്മുടെ ബാബു ആന്റണി ഒക്കെയുള്ള മമ്മൂട്ടിയുടെ കൗരവർ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ മക്കളെ വളർത്തുന്ന, അതായത് മമ്മൂട്ടിയുടെ മകള് അതിൽ ആരാന്ന് പറയുന്നില്ല. അപ്പം ആ പെണ്ണുങ്ങളെ വളർത്തുന്ന ആള് ഒരു പോലീസുകാരനാണല്ലോ. ആ പോലീസ് ഓഫീസറായിട്ട് വരുന്നത് ഈ സാഹസ സിംഹമാണ്. അപ്പം പുള്ളിയുടെ ആ കോലത്തിൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതില് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ല. ഇതിലൊരു അതിലിച്ചിരി മനുഷ്യക്കോലാണ്. ഇതിനകത്ത് ബുൾഗാനൊക്കെ വെച്ചിട്ട് ഒരു ക്രീപ്പി അങ്കിൾ കോല. ഇതിലുണ്ടല്ലോ ഈ വിനയന്റെ ഡ്രാക്കുള 3D എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ പ്രഭു ഇതുപോലെ ഊശാന്താടിയൊക്കെ വെച്ചിട്ട് ഒരു റോളുണ്ട്. ആ റോളിനോട് വളരെയധികം സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു വേഷഭൂഷാദിയിലാണ് പുള്ളി. ഈ ഡ്രംസ് ശിവമണീനെ പോലെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇതൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നത് ഇങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ അടുത്തത് ഇതിന്റെ തെലുങ്ക് വേർഷനാണ്. തെലുങ്ക് വേർഷൻ നാഗവല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ചന്ദ്രമുഖിയുടെ ഒരു സ്പിൻ ഓഫ് ആണത്. അത് ഈ പടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വെങ്കടേഷ് ആണ് ഇതിൻ്റെ ഹീറോ ആയിട്ട് വരുന്നത്, വിക്ടറി വെങ്കടേഷ്. അപ്പോൾ ഇത് ചന്ദ്രമുഖി എന്ന് പറയുന്ന ഈ ആപ്തമിത്രയുടെ തമിഴ് വേർഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പിൻ ഓഫും ആണ് ആപ്തരക്ഷക. അതായത് ആപ്തമിത്രയുടെ സെക്കൻഡ് പാർട്ടായ ആപ്തരക്ഷകയുടെ ഒരു റീമേക്കുമാണ്. അപ്പോൾ ഒരേ സമയം സ്പിൻ ഓഫും റീമേക്കും ആയിട്ടുള്ള ഒരു പടമാണ് നാഗവല്ലി. അല്ല, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയാലും കുഴപ്പമില്ല. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് 8 പടവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. 8 പടം ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം രാജമഹൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് പ്രിന്റ് കിട്ടുന്നില്ല. ബട്ട് ബാക്കിയുള്ള പടങ്ങളെല്ലാം നമ്മൾ അതായത് പൊളിക്കുന്നതായിരിക്കും. നാഗവല്ലിയൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ ചെയ്യട്ടെ. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു പടമാണ്. ഇത് 2010 ഈ പടം വന്നിരിക്കുന്നത്. ആപ്തരക്ഷക ഇറങ്ങിയ അതേ സമയത്ത് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്, ആ വർഷം തന്നെ. പിന്നീട് വന്നത് തമിഴില്, അല്ല നമ്മള് ആക്ച്വലി പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് തമിഴിലാണ്. കാരണം തമിഴിലെ വേർഷൻ എന്ന് പറയുന്നത് ശരിക്കും ആപ്തമിത്രയാണ് ആദ്യത്തെ പടം നമ്മൾ പറഞ്ഞല്ലോ. ആപ്തമിത്ര കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം നമ്മുടെ പി വാസുണ്ണൻ റീമേക്ക് ചെയ്ത് ഹിറ്റാക്കിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു ചന്ദ്രമുഖി. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ ജ്യോതിക, പിന്നെ രജനികാന്ത്, പ്രഭു ഒക്കെ അഭിനയിച്ച മികച്ച ഒരു പടം, മലയാളികളുടെ വേദനയും തമിഴന്മാരുടെ അഭിമാനവുമായ പടം. എല്ലാവരും ഒതലവ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചന്ദ്രമുഖി 1 ഉണ്ട്, അത് 2005. പിന്നെ ചന്ദ്രമുഖി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു ചന്ദ്രമുഖി ഇറങ്ങിയായിരുന്നു. അതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ചന്ദ്രമുഖി. അതായത് ഈ റീമേക്ക് പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ പടം. അത് അവസാനിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ, ഒരെണ്ണം കൂടെ വരാനുണ്ടെന്ന് പറയുന്നത് ദൈവത്തിനറിയാം. അത് 2003 ഇറങ്ങിയതാണ്, 2023 ഇറങ്ങിയതാണ്. അത് നമ്മുടെ ഹിന്ദി നടി, ഫേമസ് നടിയായ കങ്കണ റണാവത്ത് വന്ന് ഷീ ബ്ലെസ്ഡ് us with her presence. Thank you. പിന്നെ രാഘവ ലോറൻസ് ഉണ്ട്, മിനി രജനികാന്ത് എന്ന് നമുക്ക് പറയാം. മികച്ചതായിരുന്നു. പിന്നെ
പിന്നെ ഉള്ളത് ഹിന്ദിയാണ്. ഹിന്ദി വേർഷൻ നമ്മുടെ പ്രിയദർശനാണ് ചെയ്തേക്കുന്നത്. ബൂൽബുലയ്യ 1ഉം ബൂൽബുലയ്യ 2ഉം. ബൂൽബുലയ്യ 1 2007 വന്നു. ബൂൽബുലയ്യ 2 2022 ഇറങ്ങിയതാണ്. ആക്ച്വലി മണിച്ചിത്രത്താഴിനെ കുറിച്ച് ഞങ്ങളിത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. കാരണം മണിച്ചിത്രത്താഴ് അറിയാത്ത ഒരു മലയാളി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവാസി മലയാളികൾക്ക് വരെ അറിയാവുന്ന ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു ക്ലാസിക് സിനിമയാണല്ലോ. എല്ലാ മലയാളികളുടെയും ഒരു പരിചിതമായിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ലാംഗ്വേജസിൽ തന്നെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മലയാളത്തിൽ നിന്ന് കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി, ബംഗാളി വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ നിരയുണ്ട്. പിന്നെ അതില് ഇതിൽ ഈ ഈ സീരീസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇപ്പം രാജ്മഹോളിന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. കാര്യം അത് ലോകത്തൊരു മനുഷ്യൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ നല്ലതാണെന്നുള്ള രീതിയിലുണ്ടായിരുന്നു. നല്ലതാണ്. അവൻ എവിടെന്നാ കണ്ടതെന്ന്? രണ്ട് കമന്റ് ഞാൻ വായിച്ചു. ഞാൻ പറയാമല്ലോ, കോറയിൽ ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു. ഐ വാച്ച്ഡ് ബംഗാളി ഫിലിം എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ലൊരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടായിരുന്നു. മറ്റേത് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ദുരന്തം പടം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെയാ കണ്ടതെന്നൊന്ന് പറയായിരുന്നു, ഒന്ന് പോയി കാണായിരുന്നു. അത്ര ആഗ്രഹമുണ്ട്. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഇതിന്റെ സീക്വൽ സ്പിൻ ഓഫ് അതൊക്കെ വിട്ടിട്ട് ഒറിജിനൽ വേർഷൻസ്, അതായത് ഇപ്പൊ ഓരോ ഭാഷയിലും ഇറങ്ങിയ ഒറിജിനൽ വേർഷൻസ് ബംഗാളി ഒഴികെ, ബംഗാളിയുടെ കാര്യം എനിക്കറിയില്ല, ബാക്കി എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം അതാത് ഭാഷകളിൽ ഒരു പ്രത്യേക ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ പടങ്ങളാണ്. കാര്യം ഇപ്പം മണിച്ചിത്രത്താഴാണേലും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതാണ്. വലിയ ഹിറ്റായിരുന്നു, 365 ദിവസം ഓടിയ പടമാണ്. അതുപോലെ തന്നെയാണ് കന്നഡയിലും ആപ്തമിത്ര എന്ന് പറയുന്നത്. അവർക്കത് വലിയ സംഭവമാണ്, അവിടുത്തെ ആൾക്കാർക്ക് വലിയ സംഭവമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ 365 ദിവസം ഓടിയ പടമാണ്. അതുപോലെ തന്നെയാണ് തമിഴിലെ ചന്ദ്രമുഖി. ചന്ദ്രമുഖി അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. രജനീകാന്ത് ബാബ റിലീസായി കഴിഞ്ഞിട്ട് പുള്ളിയുടെ കരിയർ അവസാനിച്ചു, ഇനി പുള്ളിക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് പുള്ളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത പടമാണ് ചന്ദ്രമുഖി. അതും അവിടെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്. അത് ഒരു തിയേറ്ററിൽ 2.5 കൊല്ലം ഏതാണ്ട് ഓടിയെന്ന് തോന്നുന്നു. അത്രയും ദിവസം ഓടി ഒരു തിയേറ്ററിൽ. മറ്റ് അല്ലാണ്ട് തന്നെ 100 നാള്, വെള്ളി വിഴ, വെട്ടറി വിഴ, അങ്ങനെ ഗോൾഡൻ വിഴ, എല്ലാ വിഴയും കഴിഞ്ഞു പോയ പടമാണ്. പിന്നെ അവർക്ക് ഭയങ്കര, അതുപോലെ തന്നെ ഭയങ്കര പ്രിയപ്പെട്ട പടമാണ് തമിഴന്മാർക്ക്. ബുൾബുലയ ഹിന്ദി അല്ല, കട്ട് ഓഫ് ചെയ്യാൻ ഇതിന്റെ കാര്യം കൂടെ പറയണമെന്ന് ഞാൻ ഓർത്തു. IIFA എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡാണ്. അത് ദുബായ് കൺവെൻഷൻ സെന്ററിൽ നടത്തിയ ഈ IIFA പ്രദർശനം ചെയ്ത ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ, അതായത് അതിന്റെ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള ആദ്യമായിട്ട് അവര്, അതെങ്ങനെ പറയേണ്ടത്, അതായത് 7th IIFA അവാർഡ്സ് ഓപ്പൺ ചെയ്തത് ഈ പടം കൊണ്ടാണ്. സ്ക്രീനിങ്ങിലോട് അത് ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പടമാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് തുടങ്ങുന്ന ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. യെസ്. അല്ല, അതും പറഞ്ഞു. അല്ല, ഇത് പി വാസുണ്ണന്റെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മള് മുട്ടം മധു എഴുതിയ കഥയാണല്ലോ. പക്ഷേ പി വാസുണ്ണൻ അതിന്റെ ക്രെഡിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല വലുതായിട്ട്. ക്രെഡിറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, സ്ക്രീൻ പ്ലേ, റിട്ടൺ ഡയറക്ഷൻ എല്ലാം പുള്ളിയാണല്ലോ. അപ്പൊ പുള്ളി അതിന് ന്യായീകരണമായിട്ട് പറയുന്നത് അത് കഥയിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയത് കൊണ്ട്, എന്റേതായ ചേഞ്ചസ് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താ മണിച്ചിത്രത്താഴ് മാത്രമല്ലല്ലോ, മലയാളത്തിൽ 6-ാം തമ്പുരാനോട് എടുത്തു വെച്ചായിരിക്കും ചേഞ്ച്. പല സിനിമകളിൽ നിന്ന് സീൻ എടുത്തിട്ട് ചേർത്ത് വെച്ചിരിക്കുമ്പോഴേ അതൊരു വലിയ ചേഞ്ച് അല്ലേ. ഇപ്പൊ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ മുട്ടം മധുവിന് കൊടുക്കണം, രഞ്ജിത്തിന് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാനാണ്. ആപ്തമിത്രയിലാണെങ്കിൽ മറ്റേ പ്രമദവനം എന്ന് പറയുന്ന പാട്ടില്ലേ മോഹൻലാലിന്റെ, അതുകൊണ്ട് അതും കൂടെ.
അല്ല, അത് മ്യൂസിക് ഡയറക്ടർ, അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. പുള്ളി മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു കന്നഡയുടെ ഗോപി സുന്ദർ എന്നൊക്കെ പറയുന്ന പോലെ, ഗോപി സുന്ദറെ ബിഫോർ ഹി ബിക്കെയിം ദ കോപ്പി സുന്ദർ എന്നുള്ള ടാഗ് കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല കേട്ടോ, കോപ്പി കാറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഗോപി അവസ്ഥയല്ലോ. സുന്ദറാണ് ഇങ്ങേര് ഗുരു. ഈ ഗുരു എന്തായിരുന്നു, എന്തായിരുന്നു പേര്? ഗുരുവെന്ന് ഗുരുകിരൺ. ആ. ഗിരിഗിരൻ. ആ. വേറെ ഏതോ പടത്തിൽ ഇളയരാജയുടെ ഏതോ ഒരു പാട്ട് പുള്ളി നൈസായിട്ട് ഇങ്ങനെ സാമ്പിൾ ചെയ്ത് എവിടെയോ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏത് ചെയ്യാം. പടമാണ് ഞാൻ മറന്നുപോയി. നമ്മൾ ആപ്തരക്ഷക ചെയ്യുമ്പോഴത്തേനും, ആപ്തരക്ഷക ആപ്തമിത്ര ചെയ്യുമ്പോൾ നമ്മളത് അനാലിസിസ് ചെയ്യുമ്പോഴത്തേനും നമ്മളത് പറയുന്നതായിരിക്കും. യെസ്. അപ്പം ഞാൻ ബൂൽബുലയുടെ കാര്യം പറഞ്ഞത്, ബൂൽബുലയെയും ഫസ്റ്റ് പാർട്ട് ഹിന്ദിക്കാർക്ക് ഭയങ്കര, അവിടെ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ പടമാണ്, അവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ആ, അവർക്ക് എന്താ പറയുന്നത്, നമ്മൾക്ക് മണിച്ചിത്രത്താഴ് പോലെയാണ് അവര്. അത് ചിലരൊക്കെ എക്സ്ട്രീം പോയിട്ട് ലാലേട്ടന്റെ അഭിനയൊക്കെ എന്തോന്ന്, അക്ഷയ് കുമാറാണ് പൊളിച്ചേക്കുന്നത്, ലാലേട്ടൻ അതെ അയാൾക്ക് അതെ. അഭിനയിക്കാൻ പോലും അറിയില്ല, അല്ല, അഭിനയൊന്നും വരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ബൂൽബുലയുടെ റീമേക്കാണ് മൺചിത്രത്താഴ് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അതായത് വിവരമുള്ള ഇപ്പോഴത്തെ ആൾക്കാരെ നമ്മുടെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ദൃശ്യത്തിന്റെ അവസ്ഥ പോലെ, അതെ ഇവിടുന്ന് അതെ, ദൃശ്യം തീർച്ചയായും. കൊണ്ടുപോയിട്ട് അത് ഹോളിവുഡിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ദൃശ്യമാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അത്. തീർച്ചയായിട്ടും. എനിക്കൊന്നും പറയാനില്ല, ലാലേട്ടനെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഒന്ന് കൊല്ലുന്നു. കൊന്നു തരാൻ പറ്റുമോ എന്ന് പുള്ളി ചോദിക്കുന്നത്. പുള്ളിയുടെ പടങ്ങളൊക്കെ എടുക്കുക, എന്നിട്ട് അതിനെ എങ്ങനെ ഇട്ട് അപമാനിക്കുക. ഓ, അത് പറയാനില്ല. പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പേ ഇതേ ലൈനിൽ പിടിച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുത്തു, അതായത് മുത്തു റീമേക്ക് ആണ്. നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിന്റെ റീമേക്കായ മുത്തുവിന്റെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങള് മോളില് എവിടെയെങ്കിലും മോളിൽ കൊടുത്തേക്കാം. കേൾക്കാൻ ആഗ്രഹമുള്ളവർ പോയി കേൾക്കുക. അപ്പൊ അത് മോഹൻലാലിനെ എങ്ങനെ പിഞ്ചിഞ്ചായി കൊന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറയാതെ മുത്തുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് മുത്തു ഇപ്പോഴും ചെറിയൊരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ട്. അതിന് പോട്ടെ, എന്തിലാട്ടെ. കമ്മിങ് ബാക്ക്. പക്ഷെ നീ പറ, ബാക്കിയുള്ള ഈ ആപ്തമിത്ര, ആപ്തരക്ഷക, ആപ്ത അപരാധമൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ട് ചന്ദ്രമുഖി അല്ലേ അതില് ഭേദം എന്ന് നിനക്ക് അയ്യോ അയ്യോ, തോന്നുന്നുണ്ടോ? ആണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ആദ്യം കണ്ടത് ചന്ദ്രമുഖിയാണ്. അപ്പം എനിക്ക് ഒരു രജനീകാന്ത് ബയസുള്ള ആളാണ്. എനിക്ക് രജനീകാന്തിന്റെ പടങ്ങൾ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ചന്ദ്രമുഖി കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഭയങ്കര കമന്റ് അടി. ഇവനെ ഞാൻ ദിഗംബരൻ ഇല്ലാതെയായി. കാരണം ദിഗംബരൻ ഭയങ്കര രജനീകാന്ത് ഫാനാണ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ദിഗംബരനെ കൊന്നോണ്ടിരിക്കുകയാണ്. ബട്ട് അത് കഴിഞ്ഞിട്ട് ആപ്തരക്ഷക, ആപ്തമിത്ര, നാഗവല്ലി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മതിയായി. അയ്യോ, രജനി അപ്പൊ അണ്ണാ നിനക്ക് തിരിച്ചു വാ, മനസ്സിലായില്ലേ? അതാണ്. തിരുമ്പി വാങ്ങോ, എനിക്ക് നിങ്ങളെ വേണം. നിങ്ങളുടെ സ്റ്റൈൽ എവിടെ എപ്പടി പോച്ചു, എങ്കേ പോച്ചു ഉങ്ക സ്റ്റൈൽ. ആ അവസ്ഥയായി. കഷ്ടമുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രജനീകാന്തിനോട് എനിക്ക് മാപ്പ് പറയണം എന്നുണ്ട്. ഞാനിവിടെ മാപ്പ് പറയുകയാണ്. സാഹസ സിംഗത്തിന്റെ അഭിനയം കണ്ട് എനിക്ക് മതിയായി. കാര്യം അതേ സ്റ്റൈല് തന്നെ പുള്ളി എടുത്തേക്ക്. നമ്മൾ ആപ്തമിത്ര കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ചന്ദ്രമുഖി കണ്ടിട്ട് അയാള് റീമേക്ക് ചെയ്ത പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ആ, അതെ അതെ പക്ഷെ അതെ അതെ. സൗണ്ട് സ്റ്റൈലൊക്കെ പോലും അത് സിമിലർ തന്നെ. ആണ്. സൗണ്ട് പോലും ഭയങ്കര സിമിലർ ആണ്. യെസ്. പുള്ളിയുടെ മോഡുലേഷൻ സ്റ്റൈലൊക്കെ അതുപോലൊക്കെ ഉണ്ട്. പക്ഷെ രജനിയാണ് അത്. ഏത് സാഹസ ചിങ്കം വന്നിട്ടും കാര്യമില്ല. പണ്ണിങ്കത്തെ കൂട്ടമ്മ വെറും സിംഗിളത്തെ വെറും എന്ന് പറയുന്ന പോലെ തലൈവർ എപ്പോഴും വേറെ ലെവൽ, അത് പറയേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മണിച്ചിത്രത്താഴിനെ കുറിച്ച്? പിന്നെ കാര്യം നമുക്ക് ഇത് ഉം, അല്ല, മലയാളികൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതായിട്ടുണ്ട്. ഒരു യെസ്. ക്ലാസിക് സിനിമ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അത് ചെയ്തിട്ട് നമ്മൾ മറ്റ് ഇതിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ കമ്പാരിസണും മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ. ഇല്ല, ഞാൻ പെട്ടെന്ന് പറയാൻ വന്നത് ആ എനിക്കൊരു കാര്യമാണ്. മിക്കതിൻ്റെ അകത്തിലും വിനീതാണ് ഡാൻസറായിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡാൻസറിനെ കുറിച്ച്, എനിക്കൊരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് അനലൈസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫേവറേറ്റ് പക്ഷേ നമ്മുടെ രാമനാഥനാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് എനിക്കുണ്ട്. കാരണം അല്ലെങ്കിൽ അതൊരു അനീതിയാവും ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഭയങ്കര രസമുണ്ടായിരുന്നു. കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. വിനീത് ഇസ് എൻ എക്സലന്റ് ഡാൻസർ. ഭയങ്കര രസമാണ് പുള്ളിയുടെ ഡാൻസ്. പക്ഷെ ശ്രീധർ ശ്രീറാം എന്ന് പറയുന്ന ഒരു ആളാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ശോഭനയുമായിട്ട് ഒന്നിച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്ത് അങ്ങനെ പരിചയമുള്ളതാണ്. പുള്ളിക്കാരൻ കന്നഡ ആക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പുള്ളിയായിട്ട് അങ്ങനെ പരിചയമുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഡാൻസിന്റെ ഭയങ്കര ഒരു ഫാൻ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ഡാൻസിങ് വാസ് എക്സ്ട്രോർഡിനറി ഇതിനകത്തിട്ട്. അത് പിന്നെ അത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്. അതായത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. 1993 എന്ന് പറയുമ്പോഴത്തേന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും റീസെന്റ്ലിയും ആൾക്കാർ പുള്ളിയെ ആ നാഗവല്ലിയുടെ രാമനാഥൻ അല്ലേ എന്ന് പറഞ്ഞ് പുള്ളിയെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് പുള്ളി ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടായിരുന്നു മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന്. പിന്നെ പറയേണ്ടത് നമ്മുടെ നാഗവല്ലിനെ വരച്ച ആർ മധുവിന്റെ കാര്യം പറയണം. കാര്യം ആർ മാധവനല്ലേ? മധുവാണ്. അല്ല സോറി, ആർ ആർ മാധവൻ. 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 ആക്ടർ ആർ മാധവൻ അല്ല കേട്ടോ, ഇത് പെയിന്റർ, പെയിന്റർ. ആർട്ടിസ്റ്റ് ആർ മാധവൻ. അതെ. അപ്പം അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വേർഷൻസിലൊന്നും ആ ഒരു പെയിന്റിങ്ങിന് അത്രയും ഒറിജിനാലിറ്റി ഇല്ല. ഭംഗിയില്ല. ഭംഗി അതായത് അതിനകത്തിലെ ആ പോർട്രേ ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ കാര്യം മാത്രമല്ല, അതിന്റെ ആ ഒരു പെയിന്റിങ് പോലെ തന്നെ ചിലത് തോന്നത്തില്ല. ഈ ആപ്തരക്ഷക ആപ്തമിത്ര നാഗവല്ലി ഒന്നും പറയണ്ട. ചന്ദ്രമുഖിക്കകത്തിലും മറ്റേ ഹിന്ദി ബുൽബുലയ്ക്കകത്തിലും മാത്രമുള്ള പെയിന്റിങ്ങുമായിട്ട് എന്തോ ഒരു സാമ്യം പോലെ തോന്നുന്നു. ബുൽബുലെ പെയിന്റിംഗ് ആണ്, ബുൾബുലയില് പെയിന്റിങ് ആണ്, പെയിന്റിംഗ് ആണ്. ചന്ദ്രമുഖിയില് പിന്നെയും എന്തോ ഒരു പെയിന്റിംഗ് പോലെ ഓയിൽ ഉണ്ടെന്നുള്ളൊരു പെയിന്റ് തോന്നലുണ്ട്. പോലെയാണ് അത് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയത്തില്ല, അന്നത്തെ കാലത്തൊക്കെ ഓയിൽ പെയിന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് എത്ര റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഓയിൽ പെയിന്റിംഗ് ലുക്കാണ് ഈ നമ്മുടെ ചന്ദ്രമുഖിയിലുള്ള പെയിന്റിങ്. അപ്പോൾ അത് ഇച്ചിരി എനിക്ക് എന്തോ പോലെ തോന്നി. ബട്ട് അല്ല, അതൊന്നും ഇല്ലെങ്കിലും പെയിന്റിംഗ് ആണെന്നെങ്കിലും പറയാം. ആപ്തമിത്രയിലും ആപ്തരക്ഷകയിലും നാഗവല്ലിയിലും ഒക്കെ ബാനർ എടുത്ത് ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുകയാണ് പെയിന്റിംഗ് ആയിട്ട്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അറയാണ് കേട്ടോ, അന്ന് വരച്ച സാധനമാണ്. പക്ഷെ കണ്ടാൽ തന്നെ അറിയാം ഫ്ലക്സ് ആണെന്നുള്ള കാര്യം. ആർട്ട് വർക്ക് ഏതോ ഒരാൾ ചെയ്തത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ മൊത്തത്തിൽ നല്ല ആർട്ട്. ചിലക്കൊക്കെ പറയേണ്ട കാര്യമില്ല. അത് തന്നെ നമുക്ക് അനാലിസിസിൽ പറയാം. അതായിരിക്കും നല്ലത്. അതെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആർ മാധവന്റെ കാര്യം അതെ, പറഞ്ഞത്. അതെ. പിന്നെ പറയണം. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റും ഭയങ്കര രസമാണ്. അത് ഒറിജിനൽ ആള് വെച്ചിട്ടല്ല വരച്ചിരിക്കുന്നത്. അതൊരു പുള്ളിയുടെ ഇമാജിനേഷനിൽ നിന്നുള്ള ആളാണ് നമ്മൾ കാണുന്ന നാഗവല്ലി. ആ പടത്തിൽ കാണുന്ന നാഗവല്ലി ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഭയങ്കര കാപ്റ്റിവേറ്റിംഗ് ഒരു ബ്യൂട്ടി ആയിട്ട് തോന്നാറുണ്ട്. ഒരു റെഫറൻസ് പോയിന്റും ഇല്ലാതെ പുള്ളി പ്യുവർ ഇമാജിനേഷനിൽ നിന്ന് എടുത്ത് വരച്ചെന്ന് പറയുമ്പോഴേ അത്രയും നല്ല, അതെ. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുള്ള ആളാണ്. യെസ്, യെസ്. പിന്നെ ഡബിങ്ങിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ചന്ദ്രമുഖിക്കകത്തെ ഡബ് ചെയ്തിരിക്കുന്ന ആള് തന്നെയാണെന്ന് തോന്നുന്നു നാഗവല്ലിക്കകത്തും. ആപ്തമിത്രയിലോ ആപ്തരക്ഷകയിലോ ഏതാണ്ട് ആണെന്ന് സൗണ്ട് തോന്നുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്നു. പുള്ളിക്കാരി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ചന്ദ്രമുഖിയിൽ ഇച്ചിരൂടെ ഒരു ഇമ്പാക്ട് ഉണ്ട്. പുള്ളിക്കാരി പറയുന്നതിൽ ഇച്ചിരൂടെ ഒരു അത് ക്ലാരിറ്റി. കഴിഞ്ഞിട്ടുള്ളതിലൊക്കെ അതേ സെയിം ഇതിൽ തന്നെ പിടിച്ചേക്കുന്നു. ഇപ്പം മലയാളത്തില് ചെയ്തേക്കുന്നത് ദുർഗ എന്ന് ഭാഗ്യലക്ഷ്മി. പറഞ്ഞ അല്ല, ഭാഗ്യലക്ഷ്മി. നാഗവല്ലിയുടേത് ചെയ്തിരിക്കുന്നത് ദുർഗ എന്ന് പറയുന്ന ആളും, ഭാഗ്യലക്ഷ്മി ചെയ്തിരിക്കുന്നത് നമ്മുടെ ശോഭനയുടെ സൗണ്ടുമാണ്. ശോഭനയുടെ ആ ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സൗണ്ട്. അതിന്റെ പേരിൽ ഒരു ഇതുണ്ട്. അതായത് ഭാഗ്യലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ ഡബിങ്ങിന് നാഷണൽ അവാർഡ് തന്നെ ഇല്ല. ഇല്ല. പിന്നെ എന്തിനാണ് എല്ലാരും പുള്ളിക്കാരിയുടെ തെറി പറയുന്നത്? കഷ്ടമുണ്ട് സത്യം പറഞ്ഞാല്. എല്ലാരും അത് എനിക്കറിയത്തില്ല, അത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പുള്ളിക്കാരിക്ക് റോങ്ലി കിട്ടിയ ഒരു സാധനമാണ്. പുള്ളിക്കാരി അത് ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം നാഗവല്ലിയുടെ ക്യാരക്ടറിനാണ് ശരിക്കും അത് കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ ഇവരെന്തിനാ അത് വാങ്ങിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അതിന് അവർക്ക് അവാർഡ് തന്നെ ആരും കിട്ടിയില്ല. കൊടുത്തിട്ടില്ല. പുള്ളിക്കാരി എവിടെയും പറഞ്ഞിട്ടുമില്ല എനിക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടിയെന്നൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവര് ഫിലിം മേക്കേഴ്സ് ചെയ്താല് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രൊഡക്ഷൻ ടീമൊക്കെ ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൻ്റെ ടൈറ്റിൽ കാർഡിനകത്തിൽ ഈ ദുർഗ എന്നുള്ള ആർട്ടിസ്റ്റിന്റെ പേര് ഇട്ടിട്ടില്ല. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം നാഗവല്ലിയുടെ സൗണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് നമ്മളെ ഇങ്ങനെ കൊത്തിയിട്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. അത് സൗണ്ട് നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ എന്നാണ് ഞാൻ കുഞ്ഞിലേക്ക് വിചാരിച്ചോണ്ടിരുന്നത്. ഇത്രയും റീസെന്റ് വരെ ഞാൻ അങ്ങനെയാണ് ഓർത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഒരു മനോരമയിലെ ഉള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാള മനോരമയിലെ ഒരു ന്യൂസ് ചാനൽ. അവരാദ്യം ഭാഗ്യലക്ഷ്മിനെ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഇനീഷ്യലി അങ്ങനെ ഒരു വേർഷൻ ചെയ്തു. എന്നിട്ടാണ് പിന്നെ
അത് അത് അവരുടെ ടീം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗയുടെ സൗണ്ടും നാഗവല്ലിയുടെ സൗണ്ടും സിമിലർ ആണ്. ഈവൻ ഉച്ചരിക്കുന്ന വാക്കുകളിൽ പോലും ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് വേറെ ആളെ വെച്ച് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം രണ്ടും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ, ഗംഗയും നാഗവല്ലിയും. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് അവർ പിന്നീട് ദുർഗ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ആർക്കും നാഷണൽ അവാർഡൊന്നും കിട്ടിയിട്ടുമില്ല. മാത്രമല്ല അവരതിൻ്റെ പേരിൽ കാലങ്ങളായിട്ട് വഴിയും കേട്ടോണ്ടിരിക്കുകയാണ്. അത് ടീമാണ്, പടത്തിൻ്റെ ക്രൂ ആണ് അവർക്ക് ആ ഇതിൽ ടൈറ്റിൽ കാർഡിൽ ദുർഗയുടെ പേര് കൊടുക്കേണ്ടത്, വേണ്ട ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത്. അത് എന്താണെന്ന് നമുക്കറിയില്ല, അവർ വിട്ടുപോയതാണോ എന്താണ് ഇഷ്യൂ എന്നുള്ളത്. എനിവേസ് അപ്പം വേറെ ഒരു ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തിൽ എന്തുമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളുടെ ഇതേ സമയത്ത്, അതായത് 1993 തന്നെ ഇറങ്ങിയ ആകാശദൂത് എന്ന് പറയുന്ന സിനിമയിൽ മാധവി അല്ലായിരുന്നു അഭിനയിച്ചത്. അപ്പം അതിനകത്തില് മാധവി എന്നല്ലേ അത് പുള്ളിക്കാരിയുടെ പേര്? മാധവി. മാധവി അഭിനയിച്ചതിൽ അത്യാവശ്യം ഹിറ്റ് പടമായിരുന്നു. നല്ല ക്രിട്ടിക്കൽ അക്ലമേഷൻ ഒക്കെ ഉള്ള പടമായിരുന്നു. ബട്ട് അത് രണ്ടും നോമിനേഷനിൽ വരികയും പുള്ളിക്കാരിക്ക് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പം അതിൽ പുള്ളിക്കാരിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഒക്കെ, നമ്മുടെ എൻ്റെ ഒക്കെ അമ്മയുടെ കോളേജ് ടൈമിലുള്ള ആണ്. അപ്പോൾ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് റിയലി അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ബിക്കോസ് അവരുടെ കരിയറിലേക്കും ബെസ്റ്റ് ഫിലിം ആയിരുന്നു ആകാശദൂത്. അപ്പം അതില് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഒരു നീരസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പുള്ളിക്കാരി പ്രകടിപ്പിക്കുകയും ചെയ്തു അവാർഡ് വാങ്ങുന്നതിന്റെ സ്റ്റേജിൽ വെച്ചിട്ട്. അത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ നമ്മളുടെ ഇതുപോലത്തെ തന്നെ സിമിലർ വാനപ്രസ്ഥവും മറ്റേ കലാഭവൻ മണിയുടെ വാസന്തി ലക്ഷ്മിയാന്ന് തോന്നുന്നല്ലേ, അതോ അത് ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ്. അതുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള. പക്ഷെ ആകാശദൂത് റൈറ്റ് ഞാൻ അംഗീകരിക്കുന്നത്, ഭയങ്കര നല്ല പടമാണ്, ഭയങ്കര പുള്ളിക്കാരിയും നല്ല അഭിനയമാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ അതുണ്ടല്ലോ, അത് നമുക്ക് റീമേക്കുകൾ ഏത് റീമേക്ക് കണ്ടാലും നമുക്ക് മനസ്സിലാവും ശോഭന ഇസ് an iconic ആക്ട്രസ്. ഭയങ്കര ചിലര് പറയുന്നു അത് ഡബിങ് ആർട്ടിസ്റ്റിന്റെ ആ ഒരു ബലവും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അത് ജസ്റ്റ് റീമേക്കുകൾ കണ്ടാൽ മതി. കാരണം തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഡബ് ചെയ്തിട്ട് കാര്യമില്ല. പുള്ളിക്കാരിയുടെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ ആപ്തരക്ഷകയില് സൗന്ദര്യം വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ജ്യോതികേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് സൗന്ദര്യമാണ് ഫീൽ ചെയ്തത്. ജ്യോതികനെ വിട്ടൊരു കളയില്ല, കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് വേറെ. അപ്പൊ അതിനകത്തിലൊക്കെ അവര് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ നാഗവല്ലി അല്ലെങ്കിൽ ചന്ദ്രമുഖി വോട്ടവർ ആ മാറിപ്പോകുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീന്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി അവർ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അത് നമുക്ക് കണ്ടു കഴിഞ്ഞാലേ അറിയാം. നമ്മൾ ലെൻസ് എസ്പെഷ്യലി നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ശോഭനയുടെ എനിക്കറിയത്തില്ല പുള്ളിക്കാരി എങ്ങനെ ഐ കളർ മാറ്റുന്നതെന്ന്. നമുക്കത് എത്ര നമ്മളത് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് നോക്കിയാൽ എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല പുള്ളിക്കാരി ലെൻസ്. പക്ഷേ കളർ ഡിഫറൻസ് ഉണ്ട്. പുള്ളിക്കാരി നോർമലായിട്ടിരിക്കുമ്പോഴും അതായത് ഗംഗയായിട്ടിരിക്കുമ്പോഴും നാഗവല്ലിയായിട്ടിരിക്കുമ്പോഴും തമ്മിൽ ആ ഒരു പുള്ളിക്കാരിയുടെ കണ്ണിന്റെ ബ്രൗണിന് വ്യത്യാസമുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവും ഈ നാഗവല്ലി ആകുമ്പോഴത്തേനും. ഭയങ്കര ഭയങ്കര രസമാണ്. നല്ല, എനിക്കറിയത്തില്ല എങ്ങനെയാ പറയണ്ടതെന്ന്. എക്സലന്റ് ആക്ടിങ്, ഒരു രക്ഷയില്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഏതെങ്കിലും റീമേക്ക് കണ്ടാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ മതി, സമാധാനം ആയിക്കോളൂ. ചന്ദ്രമുഖി 2 കണ്ടിട്ട് വേണമെങ്കിൽ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ അന്തരം മനസ്സിലാവുമായിരിക്കും. കങ്കണ്ണയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, കങ്കണ്ണാച്ചിയുടെ. അതിലൊക്കെയാണ് ഒത്തല്ലഭാഗം നമ്മൾ വിളിക്കേണ്ടത്. വേറൊരു കാര്യം കൂടെ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ റൂട്ട്സിലേക്ക് പോവാണ്. നേരത്തെ മെൻഷൻ ചെയ്യേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതിനകത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അവർ ഭയങ്കര അത്യാവശ്യം
കറക്റ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ആലപ്പുഴക്കാരുടെ ലാംഗ്വേജ് എപ്പോഴും അവർ കറക്റ്റായിട്ട് ചെയ്യാറില്ല. ഞങ്ങൾക്കൊരു മ്യൂട്ടഡ് ആണ് ഞങ്ങളുടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയിൽ അത്യാവശ്യം ഒരു അത്രയും ആക്സെന്റ് ഇല്ല, ഒത്തിരി ആക്സെന്റിലല്ല നമ്മൾ സംസാരിക്കുന്നത്. മലയാളം അത്യാവശ്യം ക്ലിയർ മലയാളമാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന രീതിയിൽ അല്ല, എൻ്റെ മലയാളം അല്ല അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത്. ബട്ട് അതും ഒരു ക്ലിയർ ആണ് മലയാളം. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പ്യുവർ ആയിട്ട് അതെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന മലയാളമാണ്. ബട്ട് നമുക്ക് ചില ചില വേർഡ്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, എന്തുവാ അല്ലെങ്കിൽ ആന്നോ എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഓരോരോ റിമാർക്സ് ഉണ്ട്. അങ്ങനത്തെ റിമാർക്സ് എല്ലാം ഇവർ എന്നടാ പോലത്തെ സാധനങ്ങൾ. ഞങ്ങൾക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഞാൻ ഈവൻ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അതാണ്ട് അവരങ്ങനെ നമ്മൾ പറയുന്ന പോലെ ആന്നല്ലോ പറയുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് KPC ലളിത കായംകുളംകാരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് അതിൽ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടറാണെങ്കിലും നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറാണെങ്കിലും, നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ നോർമലി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, വേറൊരു രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. വേറെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും. പക്ഷെ ഇതിനകത്തിൽ ആ ഒരു ഒരു ആക്സെന്റ് പിടിക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് ആര് കൊണ്ടുവന്നതാണെങ്കിൽ അത് ഇതുവരെ ആരും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അത് മെൻഷനബിൾ ആണ്. കാരണം അത് ഭയങ്കര സട്ടിലായിട്ടുള്ള ചില വാക്കുകളേ ഉള്ളൂ. ആൾക്കാർ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എന്തോന്നാന്ന് ചോദിക്കത്തില്ലേ, അത് കറക്റ്റ് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാർ പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു എന്തോന്നാ ചോദിക്കുന്നത്. നമ്മുടെ മോഹൻലാലിന്റെ പേരായിട്ടുള്ള പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരിയുടെ. യെസ്, അതെ. അത് പുള്ളിക്കാരി മറ്റേ ഈ ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും മറ്റേ ജനലിൽ കൂടെ കൈയിട്ട് മോഹൻലാൽ ഒരു ആക്ഷൻ ചെയ്യുമല്ലോ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കത്തില്ല എന്തോന്നാന്ന്. എന്തോന്നാ കറക്റ്റ് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നതാണത്. നമ്മൾ പറയണം, അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നീ മറന്നുപോയി മുമ്പ് പറയാൻ. യെസ്. അപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇനി? പിന്നെ ഇനിയിപ്പം ആഡ് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ അല്ലേ? നമുക്ക് അതിനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പാട്ടുകളെല്ലാം മെൻഷനബിൾ ആണ് കേട്ടോ. കാരണം ഇതിനകത്ത് ഇത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, മുമ്പേ പറഞ്ഞ പോലെ എല്ലാ ലാംഗ്വേജിലെയും കൾട്ട് ക്ലാസിക് ആണ്, അല്ലെങ്കിൽ ഒരു കൾട്ട് ഫിലിം, ക്ലാസിക് ഫിലിംസ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത് എല്ലാ ഇൻഡസ്ട്രിയിലും അവരുടെ പാട്ടുകൾ അവർക്ക് നമ്മൾക്ക് ഈ വരുവാനില്ലാരും പോലെയും അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ട് കേൾക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അവരുടെ. എന്താണ്, നമുക്കും അറിയാലോ കുറെയൊക്കെ രാരൊക്കെ നമ്മളും കേട്ടിട്ടുണ്ടല്ലോ കുറെ. അത് പിന്നെ ചന്ദ്രമുഖിയിലെ പിന്നെ വിദ്യാസാഗറാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു ലെവലിൽ വന്നിരിക്കുന്നത്. പാട്ടുകളൊക്കെ കുഴപ്പമില്ല, നല്ല പാട്ടുകളാണ്. പക്ഷെ എവിടേക്കോ കേട്ട പാട്ടുകളല്ലേ എന്ന് നമുക്ക് കാര്യം. അതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം ആപ്തമിത്രയില് തന്നെ പ്രമദവനം വന്നായിരുന്നു. പിന്നെ മറ്റേ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സോങ് ആണോ മറ്റേ ഡിസ്കോ ഒക്കെ വരുന്നത്? ഡിസ്കോ വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഇത് എവിടേക്കോ കേട്ട ഹരിമുരളീരവം പോലത്തെ എന്താണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അത് പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. അത് ആപ്തമിത്ര ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ബട്ട് അവരുടെ പാട്ടുകൾ അവർക്കും ഇമ്പോർട്ടന്റ് ആണ്. രാര അവിടെയും അത്യാവശ്യം ഫേമസ് ആണ്. ഞാൻ കന്നഡ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. കന്നഡരാരെയും തമിഴരാരെയും വ്യത്യാസമുണ്ട്. മറ്റേത് ഒരുമാതിരി വേറെ ഒരു രീതിയിലാണ്, വേറെ ഒരു രാഗം. എനിക്ക് പറഞ്ഞാൽ ട്യൂണും എല്ലാം വ്യത്യാസമുണ്ട്. ഡിഫറെന്റ് സോങ് ആണ്. രാര ലിറിക്സ് സെയിം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണ്. ലിറിക്സ് സെയിം ആണെന്ന് തോന്നുന്നു. അത് രാര മാത്രമേ സെയിം ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. കാരണം രണ്ട് വേർഷനിലും, തമിഴ് വേർഷനിലും കന്നഡ വേർഷനിലും നാഗവല്ലി തെലുങ്കത്തിയാണ്. അതുകൊണ്ടാണോ ഇനി രാര വരുന്നതെന്നും എനിക്കറിയത്തില്ല. രാര മീൻസ് എന്നുള്ളതാണ്. പക്ഷെ ആപ്തമിത്രയില് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി തമിഴത്തിയായി മാറും. നാഗവല്ലിയില് പുള്ളിക്കാരി തമിഴത്തിയാണ്. ചന്ദ്രമുഖി എന്നുള്ളത് നാഗവല്ലിയിലെ വരും കാര്യം. അപ്പൊ അത് നമ്മൾ ആലോചിക്കും പടത്തിന്റെ പേര് നാഗവല്ലി എന്നാണല്ലോ, പിന്നെ എങ്ങനെ നാഗവല്ലി എന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രമുഖി എന്ന് പറഞ്ഞിട്ട് നാഗവല്ലി തെലുങ്ക. പക്ഷെ ആപ്ത രക്ഷകയിൽ വന്നപ്പോ പുള്ളിക്കാരി നാഗവല്ലി എന്നറിയപ്പെടുന്ന തമിഴത്തിയായ ചന്ദ്രമുഖിയായി മാറി. അതിന്റെ തന്നെ റീമേക്ക് ആണല്ലോ നാഗവല്ലി, അപ്പം തെലുങ്കില്. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വന്നു.
അപ്പൊ നമ്മുടെ പാട്ടുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പാട്ടുകൾ ചെയ്തത് നമ്മുടെ എം ജി രാധാകൃഷ്ണനും ജോൺസൺ മാസ്റ്ററുമാണ്. അതില് ആ വർഷം എനിക്ക് തോന്നുന്നു ജോൺസൺ ഇതുണ്ട്, ഫിലിം അല്ല നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇതിനല്ല, വർക്ക് വേറെ എന്തോ ആണ്. അതെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. വേറെ എന്തോ വർക്കിന് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന പാട്ടുകൾ, മറ്റേ വരുവാനില്ലാരും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു മുറേവന്ത് പാർത്തായ നമ്മുടെ ഒരു വികാരപ്പാട്ടാണല്ലോ. പിന്നെ പഴന്തമിഴ് പാട്ടുകളെയും, പിന്നെ പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടും. അതില് എനിക്ക് ക്രെഡിറ്റ്സിലെ ക്രെഡിറ്റ്സിലെ പാട്ടുണ്ട്. ശരിയാ ശരി. അതിൽ ഇതില് ഭയങ്കര എന്താ പറയുക, ആ പാട്ടുകളുടെ ലൈൻസ് ഭയങ്കര സിറ്റുവേഷൻസായിട്ട് ചേരുന്നു എന്നുള്ളതിലുപരി അത് ഭയങ്കര കവിതയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. അതും ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുമുണ്ട് ഈ സന്ദർഭത്തിനനുസരിച്ചിട്ട് ആ ഓരോ സിറ്റുവേഷൻ. ഇപ്പൊ ശോഭനയുടെ ഇതിൽ വരുമ്പോഴത്തേക്കും വേറൊരു വരികളിലൊക്കെ ചെറിയ ചില ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതാണ് ഭാർഗവീ നിലയത്തിന്റെ അകത്ത്, പഴയ ഭാർഗവീ ആ നിലയത്തിന്റെ അകത്ത് അതായത് പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് എന്നുള്ള ലൈനും എന്താ കെട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ട് വേർഷൻസ് വരുന്നത്. അത് ശരിയാണ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അതുപോലെ ഇപ്പൊ ഇത് ഇതിലും ഉണ്ട്. പറഞ്ഞപ്പം ഇത് ശോഭനയുടേത് വരുമ്പം ഈ വരുവാനെല്ലാരും അതായത് പുള്ളിക്കാരി ആ പഠിക്കോ തന്നെ കാത്തിക്കുകയാണ് എന്നുള്ള രീതിയിൽ, ആരുമെൻ ഒരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും എന്നും ഞാൻ പിന്നെയും കാത്തു നിൽക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് ലൈൻസ്. ബട്ട് മോഹൻലാല് ശോഭനയുടെ, അതായത് ഗംഗയുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോകുന്ന സിറ്റുവേഷനിൽ പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടും ഒരു നാളും പൂക്കാമാ കൊമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതായത് അതിന്റെ ആ ഒരു 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 സെർച്ച് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം കവിത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, അവൻ ലിറിക്സ് ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈവൻ ഞാൻ പറഞ്ഞില്ല, നമ്മളിത് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മുത്തുവിൻ്റെ വീഡിയോയിൽ തന്നെയാണ്. അതായത് ഈ നമ്മുടെ തമിഴ്, അതായത് മലയാളം സിനിമയിലെ തമിഴ് ഭയങ്കര നമ്മൾ നീതി പുലർത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഒരു മുறை വന്ന് ഭർത്തായ പോട്ടെ, നാഗവല്ലിയുടെ ഒക്കെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഒത്തന്റിക് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താണ് തമിഴ് ആർട്ടിസ്റ്റ് ആണ് ഡബ് ഡബ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് അതെ, ആയിട്ട്. അപ്പൊ അത് മെൻഷനബിൾ പിന്നെ ആണ്. യെസ്. പിന്നെ ഇപ്പം നാഷണൽ അവാർഡിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, സോറി. നാഷണൽ അവാർഡിന്റെ കാര്യം മുമ്പ് നമ്മൾ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഡബിങ്ങിന് ഇല്ല എന്ന് പറഞ്ഞു. ഇതിന് 2 നാഷണൽ അവാർഡും 3 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന ബെസ്റ്റ് ഫിലിമിനാണ് കിട്ടിയെന്നാണ്. പക്ഷെ ബെസ്റ്റ് ഫിലിം അല്ല, ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന, അതായത് പോപ്പുലർ ഫിലിമിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു അവാർഡാണ് കിട്ടിയത്. പിന്നെ ശോഭനയ്ക്ക് നാച്ചുറലി ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. ആ വർഷം വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ മലയാളിയുടെ കടപ്പുറ ഇളകിയാനെ മിക്കവാറും. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണല്ലോ പുള്ളിക്കാരിയുടെ. പിന്നെ സ്റ്റേറ്റ് അവാർഡിൽ 3 അവാർഡ്സ് ഉണ്ട്. അതിനകത്തിൽ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് പി എൻ മണിയാണ് പി എൻ എന്നാ മണി. പി എൻ മണി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്. പിന്നെ ബെസ്റ്റ് ആക്ട്രസ് ശോഭനയ്ക്കുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബെസ്റ്റ് പോപ്പുലർ ഫിലിമിനാണ് കിട്ടിയത്. പോപ്പുലർ അപ്പീൽ ആൻഡ് എസ്തറ്റിക് വാല്യൂ ഉള്ള ഫിലിമിന് ഫാസിലും സ്വർഗചിത്രാപ്പച്ചനും കൂടെ രണ്ടുപേരും കൂടെ വാങ്ങിച്ചു ആ ഒരു അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അപ്പം നാഷണൽ നമുക്ക് അവാർഡും അതുപോലെ തന്നെ അതെ അവർ അതെ അതെ രണ്ടുപേരും. അതെ, അവർ രണ്ടുപേരും കൂടെയാണ് വാങ്ങിച്ചത്. നമുക്കിത് നിർത്താനുള്ള ടൈമായി. നമ്മൾ 3/4 മണിക്കൂർ എന്ന് പറഞ്ഞു. സ്വാഭാവികം. അപ്പം മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. അപ്പം ഒരു ബാക്കിയുള്ള പടങ്ങളുടെ ഇത് വെച്ച് നോക്കി സിമ്പിളായിട്ട് നമുക്ക് മറ്റു പടങ്ങളെ കമ്പയർ ചെയ്യണമെങ്കിൽ, ഇപ്പം ചന്ദ്രമുഖിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് അറിയപ്പെടുന്നത് ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം എന്നുള്ള രീതിയിലാണ്. മറ്റേത് സൈക്കോളജിക്കൽ കോമഡി ഹൊറർ ഫിലിം എന്നാണ്. അപ്പൊ ആ കോമഡി അതിലുണ്ട്. അത് തന്നെയാണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു രത്നച്ചുരുക്കം, കോമഡിയാണ്. പക്ഷെ ചന്ദ്രമുഖി ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പം വേറെ ലെവലാണ് കേട്ടോ. അതായത് ബാക്കിയുള്ള ആപ്തരക്ഷകനെ ആപ്താവരാധനയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭേദമാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇനി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ഇത്ര ഒരു ജസ്റ്റ് ഒരു നമ്മുടെ വീഡിയോ ബാക്കി വരുന്ന അപരാധ് വീഡിയോകൾക്കുള്ള ഒരു 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 ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇത്. So with that note, it is me, UDC Kumari, signing off with Mr. Digambaran. മിസ്റ്റർ ദിഗംബരൻ. ബൈ.